മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മാതൃഭൂമി ദിനപത്രത്തിൽ 2 ദിവസം മുമ്പ് അശോകൻ എഴുതിയ, ഡൽഹിയിൽ നിന്ന് മാതൃഭൂമിയുടെ കറസ്പോണ്ടൻ്റായിട്ടുള്ള ശ്രീ അശോകൻ എഴുതിയ ഒരു ലേഖനം വളരെ ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. ബിസിനസ് മാനേജ്മെന്റ് പഠിപ്പിക്കുമ്പോൾ ബീയിങ് ഡിഫറൻ്റ് എന്ന 2 വാക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി പഠിപ്പിക്കാറുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവുക, മറ്റുള്ളവർ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ചിന്തിക്കുക, മറ്റുള്ളവർ സംസാരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് സംസാരിക്കുക, മറ്റുള്ളവരുടെ വീക്ഷണങ്ങളിൽ നിന്ന് വ്യത്യാസത്തോടുകൂടിയ ഒരു വീക്ഷണം നിലനിർത്തുക. ചുരുക്കത്തിൽ ഏത് കാര്യത്തിനും അടിയുറച്ച നന്മയിലേക്കുള്ള പ്രയാണത്തിൽ ബീയിങ് ഡിഫറൻ്റ് എന്ന ഒരു ചിന്താധാര നിലനിർത്തിയാൽ അത് ക്രിയേറ്റിവിറ്റിക്കും ഇന്നോവേഷനും ഒത്തിരിയധികം സഹായിക്കും. എല്ലാവരും പോകുന്ന വഴിയിലൂടെ ഞാനും പോകുന്നു, അഥവാ മീ ടു, ഞാനും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്നതിന് പകരം കുറേ അധികം വെട്ടിപ്പിടിക്കാനും വെട്ടിത്തെളിക്കാനും കുറേ പുതിയ വഴികൾ കണ്ടുപിടിക്കാനും അതിലൂടെ ജനങ്ങളെ നടത്തിക്കാനും ഒരാൾക്ക് സാധിക്കുകയാണെങ്കിൽ അവിടെയാണ് ക്രിയേറ്റിവിറ്റിയും ഇന്നോവേഷനും അതുപോലെ തന്നെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും അതേപോലെ തന്നെ ബീയിങ് ഡിഫറൻ്റ് എന്ന ആ സന്ദേശം ജനങ്ങളിൽ എത്തുന്നത്. ഇയാൾ മറ്റുള്ളവരെ പോലെയല്ല എന്നൊരു ധാരണ വസ്തുതാപരമായിട്ടുണ്ടാക്കണം. വെറുതെ ഉണ്ടാക്കിയ കാര്യമില്ല. അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കാൻ ഞാൻ നേരത്തെ വിവരിച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ മാതൃഭൂമിയിലെ അശോകൻ സാറിൻ്റെ ആ ലേഖനം ഹൃദയസ്പർശിയായിട്ട് തോന്നി. മാതൃഭൂമി കഴിഞ്ഞ ആഴ്ച ഒരു ലേഖനം എഴുതുകയുണ്ടായി. ശ്രീ രാഹുൽ ഗാന്ധി നടുക്കളത്തിലേക്ക് ഇനിയും ഇറങ്ങണം എന്ന്. ഒരു പാർലമെന്റ് സമ്മേളനത്തിലേക്ക് നടുക്കളത്തിലിറങ്ങി പാർലമെന്റ് സമ്മേളനം തടസ്സപ്പെടുത്തുന്നതാണ് ഒരു പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം എന്ന രീതിയിൽ മാതൃഭൂമി അത് എഴുതിയപ്പോൾ ഒത്തിരി വേദന തോന്നി. ഭരിക്കാൻ കോൺഗ്രസിനെ ഭരിക്കാനാണ് ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ BJPക്കാർ കോൺഗ്രസിനെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, അതുപോലെ മറിച്ചും BJPയെയാണ് ഭരിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ജനങ്ങൾ അതിനെ അനുവദിക്കാതെ കോൺഗ്രസ് വളരെയധികം ശക്തമായ നെഗറ്റീവ് ഇതാക്കുകയാണെങ്കിലും ഏത് പാർട്ടിക്കാരാണെങ്കിലും മറ്റൊരുവനെ അവൻ്റെ ദൗത്യം ചെയ്യാൻ അനുവദിക്കാത്ത വിധത്തിൽ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒപ്പോസിഷന് പകരം ഡിസ്ട്രക്റ്റീവായിട്ടുള്ള വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് എനർജി ആൻഡ് വേസ്റ്റ് ഓഫ് മണി ഇത് സംഭവിക്കുന്നതിനെ പോലും മാതൃഭൂമി ന്യായീകരിച്ച രീതിയിൽ എഴുതിയ അതേ മാതൃഭൂമി പത്രം ഒന്ന് മാറ്റി എഴുതിയപ്പോൾ ഒരു 5 മിനിറ്റ് അതൊന്ന് വായിച്ച് അതേപോലെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് തോന്നി. അത് വായിച്ച് അവതരിപ്പിക്കണമെന്ന് തോന്നാൻ കാരണം 10-18 ലക്ഷം കോപ്പികളുള്ള മാതൃഭൂമി ഇങ്ങനെ വായിച്ചറിയിക്കണോ എന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതാണ്. എല്ലാവരും മാതൃഭൂമി പത്രം അല്ല വരുത്തുന്നത്. 2, മാതൃഭൂമി എല്ലായിടത്തും എത്തില്ല. 3, കേരളത്തിന് പുറത്ത്, പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്ത് മാതൃഭൂമി അത്ര സുലഭമായിട്ട് എത്തില്ല. അതുകൊണ്ട് ഈ ലേഖനം ഒരു 8 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റിനുള്ളിലോ വായിച്ച് അതിനെ വിലയിരുത്താൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നത് നല്ലതാണെന്ന് തോന്നി. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: മാതൃഭൂമി 2014 ആഗസ്റ്റ് 20 ബുധനാഴ്ച പ്രസിദ്ധീകരിച്ച ഇതാണ്. അതിൽ വളരെ ഭംഗിയായിട്ട് പ്രധാനമന്ത്രി ബുള്ളറ്റ് പ്രൂഫിൽ നിന്ന് പുറത്തേക്ക് എന്നുള്ളതാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെ ഒരു വലിയ അക്ഷരത്തിൽ ഒരു കാലഘട്ടം മാറുന്നു, ബീയിങ് ഡിഫറൻറ്റ്, മാറ്റത്തിന് നന്ദി കുറിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ നടക്കും.
ഡൽഹി കത്ത് എന്ന് അശോകൻ എഴുതിയതാണ്. പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം എങ്ങനെയിരിക്കുമെന്ന് പൊതുവെ ഒരു ധാരണയുണ്ടാവുമായിരുന്നു. പ്രസംഗത്തിന് മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച വാർത്തകളും പത്രങ്ങളിൽ, വാർത്താ ചാനലുകളിലും വരിക പതിവാണ്. ചില പുതിയ പദ്ധതികൾ, നിയമങ്ങൾ, നടപടികൾ, വാഗ്ദാനങ്ങൾ, പിന്നെ വിദേശ നയം, പാകിസ്ഥാനും ചൈനയ്ക്കുമെതിരെയുള്ള വിമർശനങ്ങൾ, പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിന്റെ സ്ഥിരം ഘടനയാണിത്. ഇത്തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം എങ്ങനെയായിരിക്കുമെന്ന് പത്രങ്ങൾ ഊഹമെഴുതി. ആദ്യത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗമെന്ന നിലയിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു ഊഹം. പക്ഷേ താൻ മുൻ പ്രധാനമന്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് നരേന്ദ്രമോദി തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലൂടെ കാണിച്ചു തന്നു. പതിവ് ശൈലിയിൽ നിന്ന് അക്ഷരാർത്ഥത്തിലുള്ള മാറ്റമായിരുന്നു മോദിയുടെ ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിന്റെ അന്തരീക്ഷം തന്നെ. ആ അന്തരീക്ഷം തന്നെ അദ്ദേഹം മാറ്റിക്കളഞ്ഞു. ഇന്ദിരാഗാന്ധി കൊലപ്പെട്ടതിന് ശേഷം ബുള്ളറ്റ് പ്രൂഫ് കണ്ണാടിക്കൂടിന് അകത്ത് നിന്നാണ് പ്രധാനമന്ത്രിമാർ ചെങ്കോട്ടയിൽ പ്രസംഗിക്കാറുള്ളത്. കഴിഞ്ഞ വർഷം ചെങ്കോട്ടയിലെ മതിൽക്കെട്ടിനു മുകളിൽ ഉയർത്തിയ ബുള്ളറ്റ് പ്രൂഫ് കണ്ണാടിക്കൂടിനകത്ത് നിന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രസംഗം വായിച്ചുപോയ ചിത്രം ജനങ്ങളുടെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. അവസാനം ജയ് ഹിന്ദ് വിളിക്കാൻ മാത്രമാണ് അദ്ദേഹത്തിന്റെ കൈ ചലിച്ചത്. അതേസമയം കണ്ണാടിക്കൂട് മാറ്റി നരേന്ദ്രമോദി പ്രസംഗിച്ചത് എന്തൊരു ചുറുചുറുക്കോടെയാണ്. തന്റെ വാഗ്ധോരണിയോടൊപ്പം കൈകൾ ഉയർത്തിയും കൈവിരൽ ചൂണ്ടിയും അദ്ദേഹം പ്രകടിപ്പിച്ച ശാരീരിക ഭാഷ ആവേശകരമായിരുന്നു. ഒരു പ്രധാനമന്ത്രി ബുള്ളറ്റ് പ്രൂഫ് കണ്ണാടിക്കൂടിനകത്ത് നിന്ന് പരുങ്ങി നിന്നുകൊണ്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് അപമാനമാണെന്ന് മോദിക്ക് തോന്നി. ബുള്ളറ്റ് പ്രൂഫ് കണ്ണാടി മാറ്റിക്കൊണ്ട് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി വാസ്തവത്തിൽ ആ ആത്മവിശ്വാസം ജനങ്ങളിലേക്കാണ് പകർന്നത്. സാധാരണ ഏതാനും രാഷ്ട്രീയക്കാരും, മന്ത്രിമാരും, സർക്കാർ ഉദ്യോഗസ്ഥരും, നയതന്ത്ര പ്രതിനിധികളും, പോലീസ് പട്ടാള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയിരിക്കും ക്ഷണിക്കപ്പെട്ട ഒരു ചെറിയ സദസ്സാണ് പ്രധാനമന്ത്രിയുടെ ശ്രോതാക്കളായിട്ട് സ്വാതന്ത്ര്യദിനത്തിന് ചെങ്കോട്ടയിൽ ഉണ്ടാവുക. ഇത്തവണ ഈ ഒരു സദസ്സിന് പുറമെ 10,000-കണക്കിന് പൊതുജനങ്ങൾ പ്രധാനമന്ത്രിക്ക് മുമ്പിലുണ്ടായി. സ്വാതന്ത്ര്യദിന പ്രസംഗം കേവലം ഒരു ആചാരത്തിൽ നിന്ന് മാറി ഒരു സംഭവമാക്കി. ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ സംസ്കാരത്തെ എന്ന പോലെ രാഷ്ട്രീയത്തെയും പരിപോഷിപ്പിക്കുന്നതാണ്. മോദിയുടെ ആത്മവിശ്വാസത്തെ സമ്മതിച്ചേ മതിയാകൂ. പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം ഇന്ത്യയൊന്നാകെ ശ്രദ്ധിക്കുന്നതാണ്. ഇന്ത്യ മാത്രമല്ല, അയൽ രാജ്യങ്ങളും ഇന്ത്യയുടെ കാര്യത്തിൽ താല്പര്യമുള്ള മറ്റു വിദേശ രാജ്യങ്ങളും ശ്രദ്ധിക്കുന്നതാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു പ്രസംഗം മുൻകൂട്ടി എഴുതി തയ്യാറാക്കാതെ നടത്തുക സാഹസം തന്നെയാണ്. പിഴവുകൾ ഒഴിവാക്കാനാണ് സാധാരണ എഴുതി വായിക്കുന്നത്. മാത്രമല്ല, പറയേണ്ട കാര്യങ്ങൾ വിട്ടുപോകാനും പാടില്ലല്ലോ. മോദിക്ക് ഇക്കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമാണ്. 1947 പ്രധാനമന്ത്രി എന്ന നിലയിൽ ജവഹർലാൽ നെഹ്റു എഴുതി തയ്യാറാക്കാതെ നേരിട്ട് പ്രസംഗിക്കുകയായിരുന്നു. അതിനുശേഷം ആദ്യമായാണ് ഒരു പ്രധാനമന്ത്രി എഴുതി തയ്യാറാക്കാതെ പ്രസംഗിക്കുന്നത്. 1947 നെഹ്റുവിനുണ്ടായിരുന്ന ആത്മവിശ്വാസമാകണം ഇപ്പോൾ നരേന്ദ്രമോദിക്കുള്ളത്. 1947 ശേഷം ജനിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ നേതാവാണ് മോദി. വലിയ പ്രഖ്യാപനങ്ങളെക്കാളേറെ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗം രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ പ്രശ്നങ്ങൾ സംബന്ധിച്ച ജനങ്ങളുമായുള്ള തുറന്ന ചർച്ചയായിരുന്നു. വഴിതെറ്റി പോകാതിരിക്കാൻ പെൺകുട്ടികൾക്ക് മേലുള്ളതുപോലെ ആൺകുട്ടികൾക്ക് മേലും നിബന്ധനകൾ വെക്കണമെന്ന് അദ്ദേഹം രക്ഷിതാക്കളോട് അഭ്യർത്ഥിച്ചു. ബലാത്സംഗം, തീവ്രവാദ പ്രവർത്തനം, ആക്രമണം എന്നിവകളിൽ നിന്ന് ആൺകുട്ടികളെ വഴിതെളിയിക്കുന്നതിൽ രക്ഷാകർത്താക്കളുടെ പങ്ക് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേറ്റുകൾ അവരുടെ സാമൂഹിക ഉത്തരവാദിത്വ പരിപാടിയിൽ ഉൾപ്പെടുത്തി സ്കൂളുകളിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വെവ്വേറെ കക്കൂസുകൾ പണിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. പെൺകുട്ടികളോട് പക്ഷപാതം കാണിക്കരുതെന്നും ഭ്രൂണഹത്യ നടത്തരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഇവയൊന്നും ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറയുക പതിവില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ബോധവൽക്കരണമായിരുന്നു ആ പ്രസംഗത്തിൽ ഉടനീളം തെളിഞ്ഞു നിന്നത്. ജീവിത മൂല്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രഭാഷണം. നയപ്രഖ്യാപനങ്ങളും ഇല്ലാതെ പോയില്ല. ഇപ്പോഴത്തെ പ്ലാനിംഗ് കമ്മീഷന് പകരം
ആസൂത്രണത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് നല്ല സ്വാധീനം ലഭിക്കുന്ന ഒരു പുതിയ സ്ഥാപനം സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ജവഹർലാൽ നെഹ്റുവാണ് പ്ലാനിംഗ് കമ്മീഷൻ സൃഷ്ടിച്ചത്. ഇന്ത്യയിൽ നെഹ്റു കാലഘട്ടം അവസാനിക്കുകയാണെന്ന സൂചനയാണ് പ്ലാനിംഗ് കമ്മീഷൻ അവസാനിക്കുന്നതോടെ നമുക്കെല്ലാവർക്കും ലഭിക്കുന്നത്. ഇത്രയും പറഞ്ഞ് ശ്രീ എൻ അശോകൻ എഴുതിയ ആ ലേഖനം അവസാനിക്കുക. ഇതിൽ നിങ്ങളെ അറിയിക്കുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്വം അത് വായിച്ചു കേൾപ്പിക്കൽ മാത്രമാണ്. ഒരു രാഷ്ട്രത്തിന് ആത്മാഭിമാനമുണ്ടാകണമെങ്കിൽ അതിലെ ഓരോ ജനതയ്ക്കും, ആ ജനത കൂടിച്ചേരുന്ന കുടുംബത്തിനും, ആ കുടുംബങ്ങൾ കൂടിച്ചേരുന്ന സമൂഹത്തിനും, ആ സമൂഹങ്ങൾ കൂടിച്ചേരുന്ന സംസ്ഥാനങ്ങൾക്കും, ആ സംസ്ഥാനങ്ങൾ കൂടിച്ചേരുന്ന രാഷ്ട്രത്തിനും ഉണ്ടായാൽ മാത്രം പോരാ, ആ രാഷ്ട്രത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തി, നേതാവ്, ലീഡർ, ആ വ്യക്തി പ്രധാനമന്ത്രി ആയാൽ മാത്രം പോരാ, പ്രധാന സേവകൻ കൂടിയാവണം എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ആ പ്രസംഗത്തെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിക്കേണ്ടായി. അതുകൊണ്ട് ഇവിടെ ഇത് വായിക്കുന്നതോടുകൂടി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിച്ചത് മാതൃഭൂമി പത്രവും ശ്രീ എൻ അശോകനും ഞാനും നിങ്ങളെ അറിയിച്ചു എന്ന് വിശ്വസിക്കുന്നു. പ്രണാമം, നമസ്കാരം.